ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇതാ 10 വോട്ടിന് വേണ്ടി എല്ലാം മറന്ന് കടുത്ത വർഗീയതയും വർഗീയ ധ്രുവീകരണത്തിലേക്കും നിങ്ങൾ പരിശ്രമിക്കുകയാണ്. എന്നോട് എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചു, സഖാവേ ഈ പൗരത്വ ബില്ലും ഈ കൃഷിയൊക്കെ വരുമ്പോ നമ്മളെല്ലാം മറന്ന് ഇതാ നമ്മൾ കല്ലാച്ചിരി നൈറ്റ് മാർച്ച് നടത്തുന്നു, കിലോമീറ്ററുകൾ നടത്തുന്നു, നമ്മൾ ഈ വർഗീയതക്കെതിരെ RSSനെതിരെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അവൻ അക്രമത്തിന്റെ ഭാഗമായി അവന്റെ അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നു, അവനെ പ്രതിരോധിക്കുമ്പോ കേസിൽ പ്രതികളാക്കുന്നു. നാടിനെ വർഗീയവൽക്കരിക്കാനുള്ള ഫാസിസ്റ്റ് പ്രവണതകളെ നമ്മൾ നഖശികാന്തം എതിർക്ക് ജീവൻ കൊടുത്ത് നമ്മൾ പ്രതിരോധിക്കുന്നു. പൗരത്വ ബില്ലിന്റെ വിഷയം വരുമ്പോ എല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് തെരുവിലിറങ്ങി നമ്മുടെ സഹോദരന്മാരെ മതന്യൂനപക്ഷന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ആട്ടി ഓടിക്കാൻ പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് തളർന്നുറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ പോലും ആവാത്ത ആശങ്കയിൽ കിടക്കുന്നവരോട് ഇത് കേരളമാണ്, ഇവിടെ നടപ്പിലാക്കില്ല എന്ന് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഇവന്റെ സ്വഭാവം നോക്ക്, ഇവർ വർഗീയപരമായി സംഘടിക്കല്ലേ, പിന്നെ എന്തിനാണ് സഖാവേ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല സഖാവേ, നമ്മൾ ഇവരെ കണ്ടിട്ടല്ല, നമുക്കൊരു നിലപാടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഈ നാട് പോകുന്ന രൂപത്തിലേക്കാണ് ഇവർ